ഭാഗം 5. എസ്റ്റെല്ലയെ പോലെ സുന്ദരിയല്ല ബിഡ്ഡി. എന്നാൽ ബിഡ്ഡിയുടെ ലാളിത്യവും സത്യസന്ധതയും വീടിന് ഐശ്വര്യം പ്രദാനം ചെയ്യും. അവൾ ചിരിക്കുമ്പോൾ സന്തോഷം വഴിഞ്ഞൊഴുകും. അവളുടെ കറുത്ത കണ്ണുകളിൽ കാരുണ്യം നിറഞ്ഞിരിക്കുന്നുണ്ട്. ബിഡ്ഡിയുടെ ബുദ്ധിസാമർഥ്യവും സ്നേഹം നിറഞ്ഞ ഹൃദയവും പ്രായോഗികത്വവും ആർക്കും സംശയിക്കാവുന്നതല്ല. ചിലപ്പോൾ ഞാൻ വിചാരിക്കും, എസ്റ്റെല്ലയേക്കാൾ ഞാൻ സ്നേഹിക്കേണ്ടത് ബിഡ്ഡിയെയാണെന്ന്. ബിഡ്ഡി എൻ്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തി. എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. എസ്റ്റെല്ല എന്നെ വേദനിപ്പിക്കുകയും നിന്ദിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും എസ്റ്റെല്ലയെ ഞാൻ സ്നേഹിച്ചു. അവൾക്ക് വേണ്ടി കൊതിച്ചു. അവളെപ്പോലുള്ള ജീവിതം മോഹിച്ചു. ബിഡ്ഡി അത് മനസ്സിലാക്കി. എൻ്റെ സംതൃപ്തിയെ മറികടക്കുന്നതിന് സഹായിക്കാനാവാത്തതിൽ അവൾക്ക് വിഷമം തോന്നി. 4 വർഷമായി ജോവിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു ദിവസം ജാഗേഴ്സ് എന്ന ആൾ വീട്ടിൽ വന്നു. എന്നെയും ജോസഫ് ഗാർഗറിയെയും അന്വേഷിച്ചാണ് അയാൾ വന്നത്. ഹവിഷാമിൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ കണ്ട ആളാണ് ജാഗേഴ്സ്. അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ലണ്ടനിലെ ഒരു വക്കീലാണ്. എൻ്റെ ഒരു കക്ഷി ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ജോസഫ്, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന പിപ്പിനെ ഒഴിവാക്കുക എന്നാണ് എൻ്റെ വരവിൻ്റെ ലക്ഷ്യം. പിപ്പിന് ഒരു നല്ല ഭാവി ഉണ്ടാകും. നിങ്ങൾ പിപ്പിനെ ഒഴിവാക്കുവാൻ എന്തെങ്കിലും നഷ്ടപരിഹാരം ആവശ്യമുണ്ടെങ്കിൽ പറയണം. ജോയിയുടെ നല്ല മനസ്സ് അദ്ദേഹം വെളിപ്പെടുത്തി. പിപ്പിനെ ഉപേക്ഷിക്കേണ്ടി വരുന്നതിന് എനിക്കെന്തെങ്കിലും വേണമെങ്കിൽ അത് ദൈവം തന്നുകൊള്ളും. പിപ്പിൻ്റെ നല്ല ഭാവിയെ തടസ്സപ്പെടുത്തുന്ന ഒന്നും ഞാൻ ചെയ്യുകയില്ല. എനിക്ക് ഒന്നും ആവശ്യമില്ല. ജാഗേർ തല കുലുക്കിക്കൊണ്ട് എൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നിന്റെ 21ാം ജന്മദിനത്തിൽ നീ വലിയ സ്വത്തിനും പണത്തിനും ഉടമയായി തീരുമെന്ന് അറിയിക്കാനാണ് ഞാൻ വന്നത്. നിനക്ക് സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിന്നെ ഇവിടുന്ന് മാറ്റണം. വലിയ സമ്പന്നതയെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാവുകയാണ് നീ. ഞാൻ അന്തം വിട്ട് നിന്നു. ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് തോന്നിപ്പോയി. എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ്. എന്നെ സഹായിക്കുവാൻ തയ്യാറായിരിക്കുന്നത് ഹവിഷാമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജാഗേഴ്സ് വ്യവസ്ഥകൾ പറയാൻ തുടങ്ങി. സഹായം ചെയ്യുന്നയാളുടെ ഒന്നാമത്തെ ആഗ്രഹം നിന്റെ പേര് പിപ്പ് എന്ന് തന്നെ നിലനിർത്തണമെന്നാണ്. സഹായിക്കുന്ന ആൾ താല്പര്യപ്പെടുന്നതുവരെ അയാളുടെ പേർ വെളിപ്പെടുത്തുന്നതല്ല. ആരാണെന്ന് ഏതെങ്കിലും തരത്തിൽ സംശയം തോന്നുകയാണെങ്കിൽ അത് മറ്റൊരാളെയും അറിയിക്കരുത്. ഈ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? അനുകൂലാർത്ഥത്തിൽ ഞാൻ തലയാട്ടി. ജാഗേഴ്സ് തുടർന്നു, നിനക്ക് ഭാവിയെക്കുറിച്ച് വലിയ തോതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ലണ്ടനിൽ പോയി പഠിക്കുന്നതിന് വേണ്ടി വലിയ ഒരു തുക ഇപ്പോൾ തന്നെ നൽകുന്നതാണ്. ഈ നിമിഷം മുതൽ നിന്റെ രക്ഷകർത്താവായി എന്നെ കരുതാവുന്നതാണ്. ഞാൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ സേവനത്തിന് എനിക്ക് തക്കതായ പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. മാന്യമായി വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം പോകാൻ. എത്രയും പെട്ടെന്ന് അതൊക്കെ വാങ്ങിക്കണം. ലണ്ടനിലേക്ക് വരണം. അവിടെ ഹെർബർട്ട് പോക്കറ്റിൻ്റെ കൂടെ താമസിക്കാം. നിന്റെ അതേ പ്രായമാണ് അവന്. അവൻ്റെ ഒപ്പം കഴിഞ്ഞാൽ മാന്യന്മാരുടെ രീതികളെക്കുറിച്ച് നിനക്ക് എളുപ്പത്തിൽ സ്വായത്തമാക്കാൻ സാധിക്കും. ഹെർബർട്ടിൻ്റെ അച്ഛൻ മാത്യു പോക്കറ്റിൻ്റെ നിന്റെ ട്യൂഷൻ മാസ്റ്ററായി നിയമിക്കുകയും ചെയ്യാം. ഞാൻ ചെയ്തോളാം. അയാളുടെ പേര് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. ഹവിഷാമിൻ്റെ ബന്ധുവല്ലേ അയാൾ? അതെ. അപ്പോൾ വീണ്ടും ജാഗേഴ്സ് ജോവിനോട് ചോദിച്ചു, പിപ്പിനെ ഒഴിവാക്കുന്നതിന് എന്തെങ്കിലും നഷ്ടപരിഹാരം തരേണ്ടതുണ്ടോ? ജോവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. പിപ്പ് വെറും എൻ്റെ തൊഴിലാളിയല്ല. പിപ്പ് എപ്പോഴും എൻ്റെ കൂടെ കഴിയുന്നവനാണ്. അവൻ വിട്ടുപോകുന്നതിന് എനിക്കൊന്നും തരേണ്ട. അപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജോ കണ്ണീരടക്കാൻ കഴിയാതെ അത് മറച്ചു പിടിക്കാൻ തിരിഞ്ഞു നിന്നു. ജാഗേഴ്സ് എന്നോട് പറഞ്ഞു, എത്ര വേഗത്തിൽ നീ ലണ്ടനിൽ എത്തുന്നുവോ അത്രയും നിനക്ക് ഗുണമുണ്ടാകും. എനിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം എനിക്ക് പണവും അദ്ദേഹത്തിൻ്റെ വിലാസമുള്ള കാർഡും തന്ന ശേഷം സ്ഥലം വിട്ടു. ജോവും ഞാനും
വളരെയേറെ നേരം പരസ്പരം നോക്കിയിരുന്നു. ഞങ്ങൾക്ക് പറയാൻ ഒരുപാടുണ്ട് എന്നെനിക്കറിയാം. ആ സമയം വാക്കുകൾ തോറ്റുപോയി. ഒടുവിൽ ജോ എന്നെ അഭിനന്ദിച്ചു. ചേച്ചിയെ വിവരം അറിയിച്ചു. ചേച്ചി ചിരിക്കുകയും തലയാട്ടുകയും ചെയ്തു. ഞാൻ ബിഡ്ഡിയോട് എൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞു. ബിഡ്ഡി ചിരിച്ചുകൊണ്ട് എന്നെ അഭിനന്ദിച്ചു. നന്നായി, ഒരു സ്വപ്നം യാഥാർത്ഥ്യമായല്ലോ. മറ്റു സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. ഹവിഷാം എന്നെ ഒരു കഴിവുള്ളയാളാക്കി മാറ്റി എസ്റ്റലയെ കൊണ്ട് വിവാഹം ചെയ്യിക്കുമെന്ന ചിന്ത തന്നെയാണ് ഉള്ളിലുണ്ടായിരുന്നത്. ബിഡ്ഡിയും ജോയും സന്തോഷം പ്രകടിപ്പിക്കുവാൻ കഠിനമായി യത്നിച്ചു. അവരുടെ കണ്ണുകളിലും അവരുടെ വാക്കുകളിലും ദുഃഖം കൂടിയിരിക്കുന്നതായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. ജോയും ജീവിതത്തിൽ ഉയർച്ച നേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിന് ആദ്യം വേണ്ടത് ജോ വിദ്യാഭ്യാസം നേടലാണ്. ബിഡ്ഡിയോട് ഞാൻ അക്കാര്യം പറഞ്ഞു. ബിഡ്ഡി, ജോവിനെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് നീ എനിക്ക് വാക്ക് തരണം. ജോവിനെ നീ പഠിപ്പിച്ച് പുതുക്കി പണിയണം. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ബിഡ്ഡി ചോദിച്ചു, എന്താ പറയുന്നത്? ഭാവിയിൽ ജോ നിനക്ക് യോജിച്ചതാവില്ലേ? ബിഡ്ഡി, ലോകത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ജോ ആണ്. ഒരു ഇരുമ്പ് പണിക്കാരൻ എന്ന നിലയിൽ നിന്നും ഉയർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അവർക്ക് വേണ്ടത് എന്താണെന്ന് ജോവിന് നന്നായി അറിയാം. നിനക്ക് ഒരു ഇരുമ്പ് പണിക്കാരനായിരിക്കുന്നതിൽ ലജ്ജ തോന്നുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. സ്വന്തം ജോലിക്ക് ഏറ്റവും പ്രാപ്തനാണ് ജോ. നിന്റെ പുതിയ ലോകത്ത് അദ്ദേഹം അനുയോജ്യനാവാതെ വന്നേക്കാം. എങ്കിലും തികഞ്ഞ സംതൃപ്തിയോടെയും അഭിമാനത്തോടെയുമാണ് അദ്ദേഹം ജീവിക്കുന്നത്. ശബ്ദമുയർത്താതെയാണ് ബിഡ്ഡി അത് പറഞ്ഞതെങ്കിലും അവളിൽ രോഷം ഉയർന്നു വരുന്നത് ഞാൻ മനസ്സിലാക്കി. എനിക്കും ദേഷ്യം തോന്നി. നിന്നേക്കാൾ ഉയരത്തിൽ ഞാൻ എത്തുമെന്ന അസൂയാണോ നിനക്ക്? ഞാൻ ഉടനെ അവിടുന്നും പോയി. അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് സ്വയം ലജ്ജ തോന്നി. ഈ വിഷയം പിന്നീട് ഉന്നയിക്കാനേ ഞാൻ മിനക്കെട്ടില്ല. ഞാൻ തിരക്കിലായി. യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങളിൽ മുഴുകി. യാത്ര പറയാൻ വേണ്ടി ഹവിഷാമിൻ്റെ അടുത്തേക്ക് പോയി. ജാഗേഴ്സ് പറഞ്ഞ് വിവരങ്ങൾ അറിഞ്ഞതായി അവർ പറഞ്ഞു. ഞാൻ അവരെ നമസ്കരിക്കുകയും ചുംബിക്കുകയും ചെയ്തു. അവർ പുഞ്ചിരിച്ചു. അതൊരു വിജയസ്മിതമാണെന്ന് കണ്ണുകളിൽ തെളിയുന്നുണ്ട്. എനിക്ക് ലണ്ടനിലേക്ക് പോകുവാനുള്ള സമയമായി. ജോയും ബിഡ്ഡിയും ആശംസകൾ നേർന്നു. ജോ ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് എത്രമാത്രം ദുഃഖിതമാണെന്ന് ഞാൻ കണ്ടു. അതെന്നെ സ്വയം ലജ്ജിപ്പിച്ചു. എന്നെ അതിയായി സ്നേഹിക്കുന്ന ജോയിൽ നിന്നും അകന്നു പോകാൻ ഞാൻ തിടുക്കം കാണിച്ചു. ഞാൻ ജോവിനെ കെട്ടിപ്പിടിച്ചു. ഒരിക്കലും മറക്കുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്തു. അതുപോലെ തന്നെ ബിഡ്ഡിയോടും പറഞ്ഞു. ലോകത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന രണ്ടുപേരിൽ നിന്നും തിരിഞ്ഞു നടന്നു. എൻ്റെ കണ്ണീർ അവർ കാണാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. എൻ്റെ കണ്ണീർ തുടയ്ക്കാൻ ജോ അടുത്തില്ല. ഞാൻ നടന്നകന്നു. ഭാഗം 5 ഇവിടെ തീരുകയാണ്. കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.